ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. റിപ്പോർട്ടിൽ സ്വീകരിച്ച നടപടികൾ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കോടതിയെ അറിയിക്കും. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലവും കോടതിയുടെ പരിഗണനയ്ക്ക് വരും. റിപ്പോർട്ടിന്മേൽ 4 വർഷത്തിനകം നടപടി സ്വീകരിക്കാത്തതിൽ സർക്കാരിനെ നേരത്തെ കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. വിശദാംശങ്ങളുമായി റിയ ബേബി ചേരുന്നുണ്ട്. റിയ ബേബി, ഗുഡ് മോർണിംഗ്. റിയ, വളരെ ശക്തമായ ഭാഷയിലാണ് കോടതി വിമർശിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4 വർഷമായും പൂഴ്ത്തിവെച്ചതിൽ അടയിരുന്നതിൽ വളരെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. ഇന്നിപ്പോഴിതാ വീണ്ടും കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. ഏത് തരത്തിലായിരിക്കും കോടതിയുടെ സമീപനം? മുന്നൊരുക്കങ്ങളോടെ ആയിരിക്കുമോ സർക്കാർ സമീപിക്കുന്നത്? മോത്തി, ഗുഡ് മോർണിംഗ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജി ഇതിനു മുമ്പ് ഹൈക്കോടതി പരിഗണിച്ചപ്പോഴാണ് 4 വർഷം ഇത്രയും ഗുരുതരമായ പരാതികൾ രേഖപ്പെടുത്തിയ ഒരു റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്തത്, ഇത്രയും നാൾ നിഷ്ക്രിയമായി ഇരുന്നത് എന്ത് എന്ന ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന്, ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. അതിന് പിന്നാലെയാണ് മുദ്രവെച്ച കവറിൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് റിപ്പോർട്ട് ഹൈക്കോടതി വാങ്ങുകയും അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ നിർദ്ദേശിക്കുകയും ചെയ്തത്. ഈ റിപ്പോർട്ടിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ ഇന്ന് SIT സമർപ്പിക്കേണ്ടത്. നേരത്തെ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു, പരാതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്ന അതിജീവിതമാർ അവർ വീണ്ടും മൊഴി നൽകാൻ സന്നദ്ധരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യം അടക്കം പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കണം. ആ നടപടിയിലേക്ക് നീങ്ങണമെന്നൊരു നിർദ്ദേശമായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നൽകിയത്. അത് സംബന്ധിച്ച് എന്ത് നടപടി സ്വീകരിച്ചു എന്നതായിരിക്കണം ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി അറിയിക്കേണ്ടത്. 2 കേസുകൾ ഇതിനോടകം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട്. ഒന്നൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെതിരെ, മേക്കപ്പ് കോർഡിനേറ്റർക്കെതിരെയുള്ള ഒരു കേസാണ്. മറ്റൊന്ന് കൊല്ലത്ത് രജിസ്റ്റർ ചെയ്ത ഒരു കേസാണ്. ഈ 2 കേസുകൾ സംബന്ധിച്ച വിവരങ്ങൾ കൂടി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കോടതിയെ അറിയിക്കുമെന്നതാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മറ്റു കേസുകളിൽ സ്വീകരിക്കാൻ പറ്റുന്ന നിലപാട് സംബന്ധിച്ച്, മറ്റു പരാതികളിൽ സ്വീകരിക്കാവുന്ന നിലപാടുകൾ, കേസെടുക്കാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളും ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിക്കും. ഒപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലവും ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരും. എന്തായാലും കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായ ഭാഷയിൽ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് നടപടി ഇനി സ്വീകരിക്കാനാകും, ഇതുവരെ സ്വീകരിച്ച നടപടികൾ, അതിജീവിതമാർ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ തുടങ്ങിയവ വിശദമായി തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കോടതിയെ അറിയിക്കും. ഒപ്പം ഹൈക്കോടതി നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, പോക്സോ സ്വഭാവമുള്ള ചില പരാതികളുണ്ട്. അതിൽ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയുമെന്ന ചോദ്യം ചോദിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടതടക്കമുള്ള വിവരങ്ങളാകും പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ നൽകുക. എന്തായാലും സംസ്ഥാന സർക്കാർ ഒരു നടപടിയും എടുക്കാത്ത ഒരു റിപ്പോർട്ടിലാണ് ഹൈക്കോടതിയുടെ ഇടപെടലിന് പിന്നാലെ കേസുകളടക്കം വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. റിയ, പോക്സോ നിയമപ്രകാരം ഏതെങ്കിലും തരത്തിൽ ലൈംഗികമായി ഒരാൾ പ്രായപൂർത്തിയാവാത്തൊരു വ്യക്തിയെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ അതിനൊരു ശ്രമം നടത്തി എന്നത് ഏതൊരാളിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അധികൃതരെ അറിയിക്കേണ്ടതാണ്, നിയമത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ്. ഇല്ലെങ്കിൽ കണ്ടിട്ടും പറയാതിരുന്നു, അറിയിക്കാതിരുന്നു എന്ന പേരിൽ പോലും കേസെടുക്കാൻ വകുപ്പുള്ള സ്ഥാനത്താണ് ഇത്തരം ചില പരാമർശങ്ങൾ ഉണ്ടായിട്ടും അതിലെതിരെ നടപടി എടുക്കാഞ്ഞത്. ഇതൊക്കെ ചേർത്തായിരുന്നു ഹൈക്കോടതി നേരത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. അതുകൊണ്ട് ഇതിൽ എന്ത് നടപടിയായിരിക്കും SIT എടുത്തിട്ടുള്ളത് എന്നതിൽ നമ്മളെല്ലാവരും ഉറ്റുനോക്കുക കൂടിയാണല്ലേ റിയ? അതെ, ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിട്ടുണ്ട്. അവർ ചിലരിൽ നിന്ന് മൊഴികളടക്കം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് കേസുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നതാണോ, അല്ലെങ്കിൽ അതിൽ എന്ത് നടപടിയാണ് ഇതുവരെ സ്വീകരിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ അറിയിക്കുക. ജയശങ്കർ നമ്പ്യാരും സുധിയും അടങ്ങുന്ന 2 അംഗ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുകയും ചെയ്തത്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതീവ ഗൗരവ സ്വഭാവമുള്ള ചില പരാതികളുണ്ട്. അതിൽ കേസെടുത്ത് മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി പറഞ്ഞതിന് ശേഷമാണ് പലരും പൊതുമധ്യത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരാതി വെളിപ്പെടുത്തി രംഗത്ത് വന്നത് എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അത്തരത്തിൽ ഒരു സ്വഭാവം ഉണ്ടായിരുന്ന കേസുകളിലാണ് പലർക്കും അത് പുറത്തു പറയാനുള്ള ഒരു ധൈര്യം പോലും ഈ ഹൈക്കോടതി അടക്കം ഈ കേസിൽ ഇടപെട്ടതിന് ശേഷമാണ് ഉണ്ടായത്. അങ്ങനെയുള്ള ഒരു റിപ്പോർട്ടിലാണ് പ്രത്യേക അന്വേഷണ സംഘം തങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു, ഇനി എന്തൊക്കെ സ്വീകരിക്കാൻ കഴിയും, ഒപ്പം തന്നെ ഇതിൽ അതിജീവിതമാർ അവരുടെ തൊഴിലടക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയവരുണ്ട്. അവരുടെ തൊഴിൽ മേഖലയിൽ അവർ നേരിട്ട ചൂഷണങ്ങൾ കൃത്യമായി വെളിപ്പെടുത്തിയവരുണ്ട്. അക്കാര്യങ്ങളിൽ അവരുടെ രഹസ്യ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ വേണം തുടർ നടപടി സ്വീകരിക്കാൻ എന്നുള്ളതും പ്രത്യേക അന്വേഷണ സംഘം പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിശദമായ റിപ്പോർട്ട്, ഇനി എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ കഴിയും, എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു, എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നതടക്കം പരാമർശിക്കുന്ന ഒരു റിപ്പോർട്ടായിരിക്കും ഹൈക്കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുക. അതിൽ
ഏതായാലും ഹൈക്കോടതിക്ക് മുന്നിൽ വീണ്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജി വരികയാണ്, പരിഗണിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളാണ് റിയ ബേബി നൽകിയത്.